കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മാസമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദോഷം സംഭവിക്കുമോ, ഭാഗ്യം നശിക്കുമോ എന്നുള്ളതാണ്. നേരത്തെ പല മരണദോഷത്തിനെ പറ്റിയും, വസുപഞ്ചക ദോഷം, പെണ്ണുനൂല് ദോഷം, അകന്നാള ദോഷം, കരുനാള് ദോഷം, അങ്ങനെയുള്ള പല ദോഷങ്ങളെ പറ്റിയും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 മാസത്തിനെ പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി 1-2 പേര് സംശയം ചോദിക്കേണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2 മാസത്തിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നത്. 2 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ അറിയാവുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 12 മാസങ്ങളെ കുറിച്ചാണ്. മലയാള മാസം ചോദിച്ചാൽ ചിലർക്കൊന്നും അറിഞ്ഞോണം നിർബന്ധമില്ല. ചില മാസങ്ങളിൽ 15-ാം തീയതി, ചില മാസങ്ങളിൽ 14-ാം തീയതി, ചില മാസം 17-ഉം 16-ഉം ഒക്കെ വരാറുണ്ട് മലയാള മാസം ആരംഭിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം, ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മകരമാസമാണ്. അപ്പൊ നമുക്ക് 13-ാം തീയതി വരുമ്പോഴത്തേക്ക്, ഫെബ്രുവരി 13-ാം തീയതി വരുമ്പോഴത്തേക്കും കുംഭമാസം 1-ാം തീയതി ആവും. അപ്പോഴേ ചില മാസങ്ങളിൽ അങ്ങോട്ട് 30 ദിവസം, 28 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരാറുണ്ട്. അപ്പൊ നമ്മള് മകരമാസം ആരംഭിക്കുന്നത് ജനുവരി മാസം 13, 14, 15 തൊട്ടായിരിക്കാം ഏകദേശം. അപ്പം നമ്മള് ഉദാഹരണം പറഞ്ഞാൽ, ജനുവരി ഒരു 17-ാം തീയതി ഒരാൾ മരിച്ചു. അദ്ദേഹം മരിച്ചു. കർമ്മങ്ങൾ വരുമ്പോഴത്തേക്കും 16 കഴിഞ്ഞിട്ട് 16-ന്റെ കർമ്മങ്ങളും മറ്റ് പുണ്യാഹവും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത് ഏകദേശം ഫെബ്രുവരി മാസം ഈ 13-നകം ആയിരിക്കുമല്ലോ. അപ്പോഴ് കുഴപ്പമില്ല. നമ്മൾ ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടുമ്പോൾ 2-ാമത്തെ മാസം വരുമെങ്കിലും മലയാള മാസം കണക്ക് കൂട്ടുമ്പോൾ മകരമാസം തന്നെയാണ് വരിക. അത് ഒരു യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടായിരിക്കുകയില്ല. ഇപ്പൊ നമ്മൾ ഈ മകരമാസം അവസാനം മരിച്ചു, ഉദാഹരണം പറയാം, ഫെബ്രുവരി ആദ്യമായിരിക്കും മരിച്ചത്. പക്ഷെ അതിന്റെ കർമ്മങ്ങൾ വരുന്നത് മകരമാസത്തിലാണല്ലോ മരിച്ചത്. കർമ്മം വരുമ്പോഴത്തേക്കും കുംഭമാസമാണ് കർമ്മങ്ങൾ വരിക. അപ്പൊ അങ്ങനെ 2 മാസമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ദോഷമായിട്ട് പറയും. ചില അവസ്ഥകളിൽ നമ്മൾ അസുഖം ബാധിച്ചിട്ട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വൈകിട്ട് സംക്രമം എന്ന് പറയും. ഇപ്പം ഫെബ്രുവരി 13-ാം തീയതി 1-ാം തീയതി എങ്കിൽ ചിലപ്പോൾ 12-ാം തീയതി വൈകുന്നേരമായിരിക്കും. മകരം 30 കഴിഞ്ഞിട്ട് നമ്മൾ സംക്രമം, അതായത് ആദ്യത്തിനടുത്ത രാശിയിലേക്ക് കയറുക, കുംഭത്തിലേക്ക് കടക്കുമ്പോഴാണ് കുംഭമാസമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അടുത്ത രാശിയിലേക്ക് കയറുന്ന സമയത്ത് മരണപ്പെടുക 2 വല്ലാത്ത സമയമാണ്. മകരം കഴിയുകയും ചെയ്തു, കുംഭമാസം ആരംഭിക്കുകയും ചെയ്തു. അപ്പം 2 മാസം ഒന്ന് അങ്ങനെ കണക്ക് കൂട്ടുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോഴും 2 മാസമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് ദോഷം, മരിച്ചവർക്ക് പോവാന്ന് പറയും. പിന്നെ ഇതൊക്കെ ഉണ്ട്. സ്വർഗവാതിൽ തുറന്നിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 2 മാസം ഒന്നും അങ്ങനെ ബാധകമല്ല. കാരണം സ്വർഗവാതിൽ ഏകാദശിക്ക് സ്വർഗവാതിൽ തുറന്നിരിക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഈ സമയത്ത് ആത്മാവിന് മോക്ഷം കിട്ടും. സുഹൃതം ചെയ്തവര്, നല്ല കർമ്മങ്ങൾ ചെയ്തവര്, അകത്തിന് ശിവനെ അങ്ങനെയുള്ളവരെയൊക്കെ ഭജിക്കുന്നവരൊക്കെ, വിഷ്ണുവിനെയൊക്കെ ഭജിക്കുന്നവരൊക്കെ, ഏത് ഭഗവാന്മാരെ ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് ഭജിക്കുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വർഗവാതിൽ തുറന്നിരിക്കുന്ന സമയത്തായിരിക്കും മരിക്കുക. അവർക്കൊക്കെ ഏറ്റവും ഇരിക്കുന്നവർക്കും പോയവർക്കും എല്ലാം ശുഭകരമായിട്ട്, അവർക്ക് ഇനി അടുത്ത ജന്മമില്ല. അപ്പൊ അങ്ങനെ മരിക്കുന്നവർക്കാണെങ്കിൽ പിന്നീട് ബലികർമ്മങ്ങൾ പോലും ചെയ്യേണ്ടെന്ന് പറയുന്ന പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പലതരത്തും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബലികർമ്മങ്ങൾ ചെയ്യണ്ടെന്നല്ല, ഇത് നമ്മൾ അങ്ങനെ അതുപോലും ചെയ്യണ്ട എന്നൊരു ഇതാണ് പറയുന്നത്. നമ്മൾ മനസ്സിന്റെ ഭാഗമായിട്ട് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. പിന്നെ നമ്മൾ 2 മാസമായിട്ട് മരിച്ചു കഴിയുമ്പോൾ ഇരിക്കുന്നവർക്ക് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തില് കുറവുകളുണ്ടാവും. പഴയ കാലത്തൊക്കെ പറയും 2 മാസമായിട്ട് മരിച്ച വിത്ത് കുത്തി ഉണ്ണേണ്ട അവസ്ഥ വരുമെന്ന് പറയും. വിത്തെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിയുമ്പോൾ അതില് നല്ല നെല്ല് അല്ലെ നല്ല ഭാഗത്തു നിന്നുള്ള എന്ത് വിത്തോ ആയിക്കോട്ടെ നമ്മളത് സൂക്ഷിച്ച് 10-ായിരത്തി പഴയ കാലത്തൊക്കെ സൂക്ഷിക്കും. അടുത്ത വിള നമ്മൾ വിതയ്ക്കേണ്ട സമയം വരുമ്പോൾ ഈ വിത്ത് എടുത്താണ് നമ്മൾ വിതയ്ക്കുന്നത്. അപ്പൊ അതൊന്നാണ് 10 മേനി 100 മേനിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് പ്രളയം വല്ലതും വന്ന ആ സമയത്ത് വിത്ത് വിതയ്ക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യും? വിത്ത് കുത്തി ഉണേണ്ട വരും. പിന്നെ അവസാനം എന്തുവാ? പിന്നെ നെല്ല് കടം മേടിക്കുക, അല്ലെ പിന്നെ നെല്ല് വേറെ എവിടെന്നെങ്കിലും കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വരും, അല്ലെ? കയ്യിരിക്കുന്ന മൊത്തം തീർന്നു. അപ്പൊ അങ്ങനെയുള്ള 2 മാസമായിട്ട് മരിച്ചാൽ വിത്ത് കുത്തി ഉണേണ്ട അവസ്ഥ വരുമെന്ന് പഴയ കാലത്ത് പറയും. അപ്പൊ അങ്ങനെ കയ്യിലുള്ള സമ്പാദ്യം തീരുന്ന അവസ്ഥയുണ്ടാവും. മനപ്രയാസങ്ങള്, മനക്ലേശതകള്, ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവാം, അപകടങ്ങള്, അകാല മരണങ്ങള്, ഭാഗ്യത്തിന് പകരം ഭാഗ്യദോഷം ഉണ്ടാവുന്ന അവസ്ഥകള്, നാൽക്കാലികൾ ചത്തുപോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അതുപോലെ
ഒരുപാട് കാലം നിലനിൽക്കുന്ന അസുഖങ്ങൾ, ഒരു പനി വന്നാൽ പോലും നമ്മൾ ഒരു 2 ആഴ്ച അല്ലെ ഒരാഴ്ച കൊണ്ട് തീരുന്നത്, അപ്പം 2 മാസമായാലും 3 മാസമായാലും അതിന്റെ അനുബന്ധ രോഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മഹാവ്യാധികളും ബാധിക്കാം. ഇതെല്ലാം 2 മാസമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ എന്റെ അറിവിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കേണ്ടവർക്ക് അവിശ്വസിക്കാം. വിശ്വാസിയോ ഫലദായക, അവിശ്വാസിയോ അത്ര ഫലദായക. വിശ്വസിക്കുന്ന അതിന്റെ ഫലം കിട്ടും, അവിശ്വസിക്കുന്ന അതിന്റെ ഫലവും കിട്ടും. അപ്പൊ 2 മാസത്തോടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ല ഒരു കർമ്മിയെ നിശ്ചയിച്ച ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും അതിനോടൊപ്പം തന്നെ മഹാമൃത്യുഞ്ജയ ഹോമവും, പിന്നെ ചെയ്യാൻ പറ്റുന്ന സുഹൃതഹവനം, ഒരു കുറഞ്ഞത് 1008 സംഖ്യയെങ്കിലും സുഹൃതഹവനം ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഹേമരാജ പൂജ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ 2 മാസമായിട്ട് മരിച്ച ദോഷത്തിന് അതാത് രൂപങ്ങളിൽ ആവാഹിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് വഴിപാട് നടത്തി കഴിഞ്ഞാൽ 2 മാസമായിട്ട് മരിച്ച ആ ഒരു ദോഷം നമുക്ക് മാറിപ്പോവുകയും പറഞ്ഞ ഭാഗ്യദോഷങ്ങളും അകാല മരണങ്ങളും മാനസിക ദുഃഖങ്ങളും എല്ലാം നമുക്ക് നമ്മളിൽ നിന്നും കുടുംബത്തിൽ നിന്നും വഴിമാറിപ്പോവുകയും ചെയ്യും. ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദിനം ദിനം വർദ്ധിച്ചു വരുന്ന അവസരവും ഉണ്ടാവും. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അറിവുകളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.